എവിടെയൊക്കെ പോകണം എന്നുള്ള കാര്യം നമ്മള് KSRTC സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് രാജാജി റോഡിൽ നിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു. നേരെ ജോസ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തേവര നിന്ന് BOT പാലത്തിന്റെ സിഗ്നൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ തോപ്പടി BOT പാലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു. നേരെ വോക്ക് വേ, കുണ്ടന്നൂർ വോക്ക് വേയിലാണ് നമ്മളിപ്പോൾ. ഇത് കുണ്ടന്നൂർ വോക്ക് വേ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ എത്ര 20 മിനിറ്റ് ഫ്രഷപ്പ് ആവാനല്ലേ? ഫ്രഷപ്പല്ല, ടീ ചായ ഫ്രഷപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എറണാകുളത്താണ്. എറണാകുളം സൗത്ത് ബസ് സ്റ്റാൻഡിലാണ് ഇപ്പം ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഡെക്കർ ബസ്സിലാണ്. കൊച്ചിയിലും ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു. 2 ആഴ്ചയെന്ന് വിചാരിക്കുന്നു. നമ്മൾ തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരുന്ന പഴയ ആ ഒരു ലൈലൻഡ് ഡബിൾ ഡെക്കർ ബസ്സാണ്. മുൻപ് അതിൽ കയറിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ കുഞ്ഞു കുട്ടിയായിരിക്കും, 10 വയസ്സുള്ളപ്പോഴും അമ്മയായിട്ടൊക്കെ കയറി ഈ ഡബിൾ ഡെക്കറിന്റെ മേളിൽ ഡെക്കിൽ കയറാൻ കഴിയാത്തതിന് വിഷമിച്ച ഒരു ബാലനെന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ ഈ സൈഡ് സീനിങ്ങിന് സ്റ്റാർട്ട് ചെയ്തപ്പം ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ച്. ഞാൻ വേറൊരു 1-2 കാര്യങ്ങൾക്ക് വേണ്ടി വന്നതായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഹംഗറി മൃണാളിൻ്റെ ഹോട്ടലിലൊക്കെ പോയി കഴിച്ച്. അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇതും കൂടെ ബുക്ക് ചെയ്തു. കൊച്ചി ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പറയില്ല, തിരുവനന്തപുരം സിറ്റി ഡെയിലി ഞങ്ങൾ പോകുന്നത് സ്ഥലമാണ്. പക്ഷേ ആ ഡബിൾ ഡെക്കർ ഇരുന്നുകൊണ്ട് കാണുന്ന കാഴ്ച വളരെ ഒരു അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും. നമുക്ക് ഒരു കുറച്ച് ലിവറേജ് നമുക്കിപ്പോഴും കുറച്ച് അത് വരുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത കോമ്പൗണ്ടുകൾ കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു പ്രത്യേകത, ഇപ്പോൾ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഈ ഒരു ഡബിൾ ഡെക്കർ വ്യൂവും കൂടെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അല്ല, ജൂലൈ 27 2025. പക്ഷേ ഇന്നിവിടെ റെഡ് അലർട്ടായിരുന്നു. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബസ് കാണുമോ ഇല്ലയോ എന്നും. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നിങ്ങൾക്ക് അറിയാമായിരുന്നു, ഇവിടെ മെട്രോയിലൊക്കെ പോകുമ്പോൾ, വാട്ടർ മെട്രോയിലൊക്കെ പോകുമ്പോൾ മഴയായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയില്ലായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഇപ്പം സമയം 5 മണിയാവാറായിട്ടുണ്ട്. എല്ലാ ദിവസവും 5 മണിക്കാണ് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പർ ഡെക്കിൽ വന്നിട്ട് 300 രൂപയാണ്. അതിൻ്റെ പകുതി റേറ്റുകൾ വരും. താഴത്തെ റേറ്റ് ഇന്ന് പോകേണ്ട ഒരു ആവശ്യമില്ല. അതോ എന്നാലും ഫാമിലിയൊക്കെ വരുമ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ ഇതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മൂവിങ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണല്ലോ. അത് മാത്രമല്ല, ഈ ഡബിൾ ഡെക്കറിന്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കേബിൾസും അതുപോലെ മരക്കമ്പുകളൊക്കെ ആയിട്ട് വളരെ അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും കൈ ഒന്നും റൈസ് ചെയ്യാൻ നോക്കരുത്. ഹാൻഡ് റൈസ് ചെയ്യരുത്. അപ്പോൾ അത് പ്രശ്നമാണ്. അതുകൊണ്ട് മരക്കമ്പലൊന്നും പിടിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കലയൊന്നും ഇരിക്കരുത്. മൂവിങ് അയക്കുന്ന സമയത്ത് ഡാൻസ് കളിക്കാനൊന്നും നിൽക്കരുത്. ആരെങ്കിലും പണി നിർത്തി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാം. നമ്മളിവിടുന്ന് പോകുന്നത്, ഇവിടെ നേരെ ഇറങ്ങി ഈ രാജാജി റോഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ ജോസ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ നേരെ തേവര കഴിഞ്ഞിട്ട് BOT പാലത്തിന്റെ സിഗ്നൽ, അവിടെ നിന്ന് വോക്കോയിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഒരു 20-25 മിനിറ്റ്സ് ഞാൻ എൻജോയ്. അതിനുശേഷം തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് നമ്മൾ അതേ റോഡിൽ കൂടെ തന്നെ തിരിച്ചു വന്നിട്ട് ജോസ് ജംഗ്ഷൻ്റെ അവിടുത്തെ വീണ്ടും ലെഫ്റ്റ് എടുത്തിട്ട് ജെട്ടി, മെറൈൻ ഡ്രൈവ്, ആഫ്റ്റർ 3 ഗോസിൽ പാലങ്ങൾ കയറുന്നുണ്ട്. കയറി നമ്മൾ താളമുക്കിലെത്തി. അവിടെ നിന്ന് നേരെ തിരിച്ച് എറണാകുളം സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തുന്നു. ഹൈക്കോടതി ലെഫ്റ്റ് എടുത്തിട്ട് 5-ല് ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ, മാള, പാലക്കാട്. മാള തൃശ്ശൂർ സ്കൂളിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ബസ്? കുഴപ്പമില്ല, ഇപ്പൊ തുടങ്ങിട്ടേ ഉള്ളൂ. ഇല്ല ഞാൻ വർക്കിംഗ് ആണ്. ഞാൻ സ്വന്തമായിട്ടാണ്, ഓൺ കൺസൾട്ടൻസി ആണ്. പേര് ജേക്കബ്. ഇത് വൈഫാണ്, പുള്ളിക്കാരി ടീച്ചറാണ്. മാളയിലെ തന്നെ ഡോക്ടർ രാജു ഡേവിസിലാണ്. ഹലോ, ഹായ്, ഹൗ ആർ യു? ടീച്ചറാണ്, ഹോം സയൻസിന്റെ. താങ്ക് യു സോ മച്ച്. സാറിന്റെ പേര് ഷാലിമാർ എന്നാണ്. ഷാലിമാർക്ക് നോക്കുന്നവര് ഷാജു തോമസ്. എത്ര ദിവസമായി ഇറങ്ങിയിട്ട്? ഒരു 10-11 ദിവസം ആൾക്കാർ വരുന്നുണ്ടോ? ഇന്നലെയൊക്കെ മെലിഞ്ഞാന്നൊക്കെ ഫുള്ളായിരുന്നു. ഇന്നലെയൊക്കെ നല്ല 35 മേലെപ്പോഴും ആൾക്കാർ വരുന്നത്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, റെഡ് അലർട്ട് ആയിരുന്നു ഇവിടെ എറണാകുളത്ത്. നടക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ നടന്നു. ക്ലൈമറ്റ് കിട്ടി. അങ്ങനെ ഇപ്പൊ നല്ല ഭംഗിയായിട്ടൊക്കെ പോകാൻ പറ്റും. എവിടെയൊക്കെ പോകണം എന്നുള്ള കാര്യം നമ്മള് KSRTC സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട്
രാജാജി റോഡിൽ നിന്ന് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു, നേരെ ജോസ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തേവര നിന്ന് BOT പാലത്തിന്റെ സിഗ്നൽ അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ തോപ്പുംപടി BOT പാലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുന്നു, നേരെ വോക്ക് വേ, കുണ്ടന്നൂർ വോക്ക് വേയിലാണ് നമ്മളിപ്പോൾ. ഇത് കുണ്ടന്നൂർ വോക്ക് വേ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ എത്ര 20 മിനിറ്റ് ഫ്രഷപ്പ് ആവാനല്ലേ, ഫ്രഷപ്പ് അല്ല, ടീ ചായ കുടിച്ച് ഫ്രഷപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ 6:15 ആകുമ്പോൾ വണ്ടി ഇവിടെ നിൽക്കുന്നു. ഈ വന്ന വഴിയിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോയി ജോസ് ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുത്തിട്ട് ജെട്ടി, മറൈൻ ഡ്രൈവ്, പിന്നെ 3 ഗോശ്രീ പാലം കയറി കാളമുക്ക് ജംഗ്ഷൻ എത്തുന്നു. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ സർക്കുലർ കറങ്ങി നേരെ ഹൈക്കോർട്ടിലെത്തുന്നു, ലെഫ്റ്റ് എടുക്കുന്നു, ആൽബർട്ട്സ് കഴിഞ്ഞിട്ടുള്ള സിഗ്നൽ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ സ്റ്റാൻഡിലേക്ക് പോകും. എന്നെ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം. എത്ര മണി വരെ ഉണ്ടാവും? നമ്മളത് 7:45 ആകുമ്പോൾ ഫിനിഷ് ചെയ്യും. 5 മണിക്ക് തുടങ്ങി 7:45 ഫിനിഷ് ചെയ്യണമെന്നാണ്. പക്ഷേ സംടൈംസ് അങ്ങനെ നടക്കാറില്ല. ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരാനാണെങ്കിൽ ചില സമയത്ത് 8:30-8:45 വരെയൊക്കെ പോയിട്ടുണ്ട്. ഇത് എന്റെ നാട്ടിലുള്ള ബസ്സായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരെയാണ്. ഇതിന്റെ കുഞ്ഞില് ഞാൻ 10 വയസ്സിൽ കയറിയിട്ടുള്ളൊരു ബസ്സാ. അല്ല, എങ്ങനെയുണ്ട്? ഓടിച്ചപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അല്ല, ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പം നമുക്ക് ഇലക്ട്രിക് ബസ്സായി. നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഡിസർവ് ചെയ്യുന്നൊരു സിറ്റിയാണ് മെട്രോ സിറ്റി. പഴയ ബസ്സല്ല, നല്ല ബസ് തന്നെ വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൂന്നാറില് ഡബിൾ ഡക്കറിലും പോയി, അതും ഞങ്ങളെ നാട്ടിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ്. ആ 2 ബസ്സും 2 സ്ഥലത്തായി. പിന്നെ അവിടെ 2 ഇലക്ട്രിക് ബസ് എന്നാണ് എൻ്റെ ഒരു അറിവിൽ വിശ്വസിക്കുന്നത്. അത് നല്ലൊരു ഇതാണ് കേട്ടോ. ആരാ ഇവിടെ ഇരുന്ന ആൾക്കാരെ കൂടെ പോയി. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഫോട്ടോഗ്രാഫറാണ്. വാവ്. ടൈംസ് ഓഫ് ഇന്ത്യ. ആരെങ്കിലും പാട്ട് പോലെ നടക്കുന്നുണ്ടോ? അപ്പോൾ ഒരു നല്ലൊരു പാട്ട് കിട്ടണം. ഉലകം കണ്ട് ഉന്നേരം കാറ്റ്. ഇല്ല, പാടാറുണ്ടോ? നമ്മളിപ്പോ വരുന്ന വഴിയിൽ കൂടെ തന്നെ തിരിച്ചു പോവാണ്. ഇവിടെ നമ്മളിനി പോയിട്ട് ജോസ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് തെറ്റി വഴി നേരെ മറൈൻ ഡ്രൈവ്, ഹൈക്കോർട്ട് മറൈൻ ഡ്രൈവ്. അതിനകത്ത് 3 പാലങ്ങൾ കയറുന്നു. അവിടെ ആ ഓരോ പാലങ്ങൾ കയറുമ്പോഴും നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടും. നമുക്ക് ആദ്യത്തെ ഷിപ്പ് യാർഡും കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ ഫോർട്ട് കൊച്ചി ഏരിയ ആ ഭാഗം ക്യാമറ നമുക്ക് കാണാൻ പറ്റും, ക്ലൗഡ് ഇല്ലെങ്കിലും. പിന്നെ നമ്മുടെ ഓൽഗാട്ടി അറിയാലോ, ആദ്യത്തെ ഡച്ച് പാലസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ കൊച്ചിയിലാണ് കൂടുതലും ഈ ഫോറിനേഴ്സ്, നമ്മൾ അറിയാലോ, ആദ്യം വന്ന ഫോറിനേഴ്സ് വന്നിട്ട് അവരെ കൂടുതൽ ഫോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇവിടെയാണ്. ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ട്രിപ്പ് ഇങ്ങോട്ടല്ലായിരുന്നു. ആദ്യം നമ്മൾ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ആ റീജിയനിലേക്കാണ്, തോപ്പുംപടിയിൽ നിന്ന് മട്ടാഞ്ചേരി അങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതുപോലെയൊക്കെ കമ്പുകളും കേബിൾസ് ഒക്കെ നിന്നിരുന്നതുകൊണ്ട് നമ്മൾ ആ റൂട്ട് മാറ്റി പിടിച്ചു. പിന്നെ കോർപ്പറേഷനിൽ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അറിയാമല്ലോ, സർക്കാർ കാര്യം ഭയങ്കര സ്ലോയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒരു 3 മാസം ഞങ്ങൾ ഇതിന് എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒന്ന് ഓടിക്കാൻ പറ്റിയത്. വൺ മോർ തിങ്, ഈ ബസ്സിന് ഇതൊരു വിൻറ്റേജ് മോഡലാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. 36 വർഷം പഴക്കമുണ്ട്. ഓക്കെ, ഇത് നമ്മളൊരു വിൻറ്റേജ് ഇതിന് വേണ്ടി, ട്രിപ്പിന് വേണ്ടി മാത്രം. നമ്മൾ ഈ ഊട്ടിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റേ ട്രെയിൻ, അതുപോലത്തെ ഒരു വൈബ് പിടിപ്പിക്കാൻ വേണ്ടി KSRTC ആദ്യത്തെ വണ്ടികളിൽ ഒന്നാണ് ആൽവിൻ എന്ന് പറയുന്നത്. ആൽവിൻ ആ ഉദാഹരണ കമ്പനിയിലേക്ക്, അതുപോലെ ലൈലാൻഡ് ബെൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആൽവിൻ കമ്പനി. കമാൻഡർ നമുക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു, അവർക്കല്ല കമാൻഡർ വില്ലീസ് എന്നൊക്കെ പറഞ്ഞ ജീപ്പ്. ഏകദേശം കമ്പനിയൊക്കെ തന്നെ പ്രായത്തിലും വരും. ഓക്കെ,
സൺഡേ ഈവനിങ് ആയിരുന്നുകൊണ്ടായിരിക്കും കൊച്ചി നല്ല തിരക്കായിരുന്നു, ബ്ലോക്ക് ആയിരുന്നു. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഭയങ്കര സ്പെഷ്യൽ കാഴ്ചയൊന്നും കാണാൻ കഴിഞ്ഞില്ല, എന്നാലും ആ കൊച്ചി വൈബ് കാണാൻ കഴിഞ്ഞു. ഒരു പ്രത്യേകത ഒരു അനുഭവമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. എന്തായാലും ഒരു വിന്റേജ് ലുക്കിലുള്ള ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയൊക്കെ അവിടെ പോകാൻ കഴിഞ്ഞ കൊച്ചിയിലെ ഡബിൾ ഡക്കർ യാത്ര വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡബിൾ ഡക്കർ യാത്രയായിട്ട് മാറും. മൂന്നാറിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഡബിൾ ഡക്കർ സിറ്റി റൈഡ് അല്ലെങ്കിൽ ഒരു വ്യൂ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച യാത്രയായിരുന്നു. അപ്പം എനിക്ക് 11:15 ട്രെയിന്. സമയം വളരെ കംഫർട്ടബിൾ ആണ്. മണി 8 അടുപ്പിച്ചാവുന്നേ ഉള്ളൂ. മറൈൻ ഡ്രൈവിൻ്റെയും ഒക്കെ കാഴ്ചകൾ കാണാൻ കഴിയും. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. മഴ പ്രതീക്ഷിച്ചിരുന്നു, മഴ പെയ്തില്ല. അപ്പോൾ അടുത്തൊരു സീനിക് വ്യൂവുമായി കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിങ് ഔട്ട്.